ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകുന്ന പ്രശാന്തന്റെ വ്യാജപരാതിക്ക് പിന്നാലെ വസ്തുത കണ്ടെത്താൻ പോലീസിന് മാത്രമല്ല പ്രത്യേക അന്വേഷണ സംഘവും മടികാണിച്ചു നിൽക്കുകയാണ്. ADM നവീൻ ബാബുവിന്റെ മരണവിവരം പുറത്തറിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് അദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ പെട്രോൾ പമ്പ് അപേക്ഷകൻ TV പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി എന്ന നിലയിൽ ഒരെണ്ണം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. ചുമതല വഹിച്ച നവീൻ ബാബു എന്ന് വിശേഷിപ്പിച്ചതു തന്നെ പരാതി തയ്യാറാക്കിയത് ADMന്റെ മരണശേഷമാണെന്നതിന്റെ സൂചനയായിരുന്നു ഇത്. മാത്രമല്ല പരാതിക്കാരന്റെ പേരിലും ഒപ്പിലുമുള്ള വ്യത്യാസം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു. PP ദിവ്യയ്ക്ക് പ്രതിരോധം തീർക്കാൻ പ്രശാന്തന്റെ പേരിൽ സൃഷ്ടിച്ച പരാതിക്ക് പിന്നിൽ തലസ്ഥാനം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന CPM നേതാവാണെന്ന് സൂചനകൾ വരികയും ചെയ്തിരുന്നു. കൂടാതെ ഈ വ്യക്തിക്ക് പ്രശാന്തുമായി നേരിട്ട് ബന്ധമുണ്ട്. ദിവ്യയ്ക്കെതിരെ ചുമത്തിയ ആത്മഹത്യാ പ്രേരണാകുറ്റം സംബന്ധിച്ച് അന്വേഷണം മാത്രം നടത്തി ഒതുക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നതും. പരാതിയിലുള്ളത് തന്റെ ഒപ്പ് തന്നെയാണെന്നും രണ്ടൊപ്പുണ്ടെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് TV പ്രശാന്തൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകുകയുണ്ടായി. കൈയക്ഷര പരിശോധനയിൽ ഒപ്പിട്ടത് പ്രശാന്തനാണോ എന്ന് തെളിയുകയും വേണം. എന്നാൽ ശാസ്ത്രീയ രീതികളൊന്നും തന്നെ പോലീസ് അവലംബിക്കുന്നുമില്ല. ഇനിയും ഉത്തരം കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളാണ് ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം ജില്ലാ കളക്ടർക്കും വിജിലൻസിനും ഉൾപ്പെടെ പരാതി നൽകാൻ കഴിയുമായിരുന്നു. എന്നാൽ അതിനു പകരമായി പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ്. അതെന്തുകൊണ്ടാണ്? ഏതൊക്കെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെയാണ് പ്രധാനമായും പരാതിക്കത്ത് പുറത്തുവന്നതും പ്രചരിച്ചതും? പമ്പുമായി ദിവ്യയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിൽ ഇതുവരെ അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ടാണ്? ദിവ്യ കാട്ടിയ അമിത താൽപര്യത്തിന് പിന്നിലെ കാരണമെന്താണ്? പെട്രോൾ പമ്പിന് എതിർപ്പില്ല രേഖ നൽകുന്നതിൽ നവീൻ ബാബു കാലതാമസം വരുത്തിയിട്ടില്ലെന്ന് വ്യക്തമായിരുന്നു. മറ്റെന്തെങ്കിലും വിഷയത്തിലെ വിരോധം തീർക്കാൻ ഇത് മറയ്ക്കുന്നതാണോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. കൂടാതെ ആരാണ് യഥാർത്ഥത്തിൽ പെട്രോൾ പമ്പിനായി പണം മുടക്കിയതെന്ന ചോദ്യം ബാക്കിയാണ്.